ഹായ് ഗൈസ്, എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഇപ്പോൾ എൻ്റെ മോന് ഫുഡൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് കിടത്തിയിരിക്കണം കേട്ടോ ഗൈസ്. അവനൊന്ന് ഉരുണ്ടു. അപ്പോൾ ഇന്ന് ചേച്ചിയില്ല, ചേട്ടനില്ല, എല്ലാവരും ഔട്ട് ഓഫ് ഇന്ത്യ ആണ്. ചേട്ടൻ ഇനി 10 ദിവസം 11 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ചേച്ചി ഇനി 6 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും അവൾ പോവും. ഒരു ദിവസം കഴിഞ്ഞ് പിന്നെയും അവൾക്ക് മീറ്റിങ്ങാണ്, പിന്നെയും പോവും. അവളിങ്ങനെ ഒരു മാസത്തിൽ 20 ദിവസവും മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നടക്കും കേട്ടോ. അപ്പോൾ ആരും ഇല്ല കേട്ടോ, ഡാഡിയും പോയി. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവന് ഒരു ദുഃഖമൊക്കെ ആയിരുന്നു കേട്ടോ, ആരും ഇല്ലാത്തതുകൊണ്ടൊരു മൂഡ് ഔട്ടൊക്കെ ആയിരുന്നു. ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോണൊക്കെ എടുത്തിട്ട് ഒരു കളിയാണ് കേട്ടോ. ഇന്നലെ ഞാൻ കുക്കിംഗ് വീഡിയോയും എൻ്റെതും കൂടെ മിക്സായിട്ട് എടുത്തു. ഇവിടെ ഭയങ്കര ചൂട് അല്ല പൊന്നു, ഒരു ചാറ്റ മഴ പെയ്യും, അത് കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടി ചൂടുമാണ് കേട്ടോ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഒരു ഡ്രിപ്പ് ഞാൻ ഉണക്കി കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഡ്രിപ്പ് ഞാൻ എടുക്കാൻ പോവും. ഉണങ്ങിയത് എടുത്ത് വച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മഴ കാർത്തിരുണ്ട് പെയ്യും. നമ്മൾ ഇത്രയും നേരം ഉണക്കിയതൊക്കെ നഷ്ടത്തിലും ആവും. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിയത് കൊണ്ടുവന്ന് ഞാനിവിടെ വെക്കുന്നു. ഇനിയും പോകണം. ഇവനെ ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പോയി എടുക്കണം. പിന്നെയും കുറച്ചും കൂടെ ഉണങ്ങാനൊക്കെ ഉണ്ട്, ജീൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും എടുക്കണം. ഇന്നെല്ലാം പുറം പണിയായിരുന്നു കേട്ടോ. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കറിയും ഒന്നും വെച്ചിട്ടില്ല. ഇവൻ്റെ ഫുഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇവനൊന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കട്ടെ കുഞ്ഞ്. ഭയങ്കര സങ്കടമാണ്. ചേട്ടനും പോയി, ചേച്ചിയും പോയി, ഡാഡിയും ജോലിക്ക് പോയി. അപ്പോൾ അത് കാരണം കൊച്ചിന് ഭയങ്കര ഒരു എന്തുവാ ഇത് പറയണേ. കുറച്ച് നേരമൊക്കെ കളിച്ച് കിടക്കും, പിന്നെ ഉറങ്ങും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഞാൻ മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോകും. ഭയങ്കര ചൂട് ഗൈസ്, വിയർക്കുന്നു, ഭയങ്കര വിയർപ്പ് കേട്ടോ. എനിക്ക് മാത്രമല്ല കേട്ടോ വിയർപ്പ്, കൽക്കട്ടയിലുള്ള എല്ലാവർക്കും ഉള്ളത് തന്നെയാണിത്. പിന്നെ നമ്മൾ പണിയെടുക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ തലയൊക്കെ വിയർത്തൊഴുകും. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മുടെ പണിക്കാരൻ പയ്യൻ വന്നിരുന്നു. അന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോയി. അപ്പോൾ അവന് ഒരു മാസം കൂടെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10-15 ദിവസം 20 ദിവസം അവൻ റെസ്റ്റിലായിരിക്കും. ഇനി 2 മാസം ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ അവനോട്. അപ്പോൾ അവനാകെ ക്ഷീണിച്ച് പാവം എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളോട് പറയാൻ വന്ന ഭാവി ഞാൻ 12-ാം തീയതി തൊട്ട് വരാം, 11-ാം തീയതി വരെ എൻ്റെ മെഡിസിനുണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം, ക്ഷീണമാണ്. അപ്പോൾ ഡോക്ടർ 2 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അവനെ കണ്ടപ്പോൾ ഇവൻ്റെ സന്തോഷം കാണണം കേട്ടോ, നമ്മുടെ മോൻ്റെ സന്തോഷം കാണണം. എന്താ സന്തോഷമായിരുന്നു പറയണ്ട, ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷം. അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ ദീപക്ക് വരുമ്പോൾ ഒത്തിരി സന്തോഷമാവും. എനിക്ക് നമ്മൾ വേറെ പണിക്കാരെ കിട്ടാത്തതുകൊണ്ടല്ല കേട്ടോ. ഒന്നാമത്തേത് ഇവനുള്ളതുകൊണ്ട് എല്ലാവർക്കും വരാനൊരു പേടി. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം. അവനെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചാവി വരെ, അതായത് താക്കോല് വരെ കൊടുത്തിട്ട് പോവാം, അത്ര വിശ്വാസമാണ്. നമ്മൾ ചെറുപ്പത്തിലെ അറിയുന്ന പയ്യൻ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഇട്ടാവട്ടത്തിൽ തന്നെ എല്ലാ വീട്ടിലും ജോലി ചെയ്യുന്ന കുക്കിംഗ് ചെയ്യും കേട്ടോ. അതൊക്കെ ഉള്ള പയ്യനായതുകൊണ്ട് നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അതാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. ഒത്തിരി പേര് എനിക്ക് പണി ചെയ്യാൻ വരട്ടെ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, കാരണം ദീപക്ക് വരുമെന്ന്. അപ്പോൾ ഒരു സന്തോഷ വാർത്താവാൻ 12-ാം തീയതി തൊട്ട് വരും. അപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റൊക്കെ കിട്ടും. ഇത് നമുക്കൊന്ന് ഇരിക്കാനൊന്ന് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും ഉള്ള റെസ്റ്റ് ഇല്ല കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന 11:30 മണിക്ക്, ഭക്ഷണം കഴിക്കുന്നത് എപ്പോൾ കഴിച്ചെങ്കിൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ആ ഒരു മൂഡ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്നാലും കറക്റ്റ് ടൈം ഇവൻ്റെത് കൊടുക്കും കേട്ടോ. പിന്നെ ഇവൻ്റെ കയ്യിൽ എല്ലാം പുറത്തൊക്കെ വരുന്നുണ്ട്. ഒരാഴ്ചത്തെ മെഡിസിനും കൂടെ കണ്ടല്ലോ, ഇച്ചിരി മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും. അങ്ങനെ എൻ്റെ മോൻ നോക്കുന്നു, ഞാൻ വർത്തമാനം പറയുന്നത് നോക്കുന്ന കേട്ടോ. ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട്
അപ്ലോഡ് ചെയ്തിട്ട് വേണം കുറച്ച് തുണിയും കൂടെ എടുത്തുകൊണ്ട് വരാൻ. അത് കഴിയുമ്പോൾ പിന്നെയും പോകണം. മൂന്നാമത്തെ പ്രാവശ്യം ഈ മോളും താഴെ മൂന്നാമത്തെ നില ഫ്ലോറ്, പിന്നെ മൂന്നാമത്തെ നില, താഴത്തെ നില, ഇങ്ങനെ പോയി എൻ്റെ നടുവൊക്കെ പോകുന്നു ഗൈസ്. പിന്നെ ഇവൻ്റെ ഇന്ന് ഇത്തിരി വൈകിപ്പോയി കേട്ടോ. ഇന്ന് 12 മണിയായിപ്പോയി അവന് കൊടുക്കാൻ. കാരണം ഇച്ചിരി പുറം പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് കാരണമാണ്. അതുപോലെ ഞാൻ ഓടുന്നുണ്ട്, ഓടി പണി ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഓട്ടം അങ്ങോട്ട് പെട്ടെന്ന് ഇന്നത്തെ പോലെ ആവുന്നില്ല. ചില സമയം അങ്ങനെയാണല്ലോ, നമ്മൾ എത്ര ഓടി ജോലി ചെയ്തിരുന്നാലും അത് കുറച്ച് സ്ലോ ആയിട്ട് വരും. പിന്നെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ മോനെ കാണാൻ ഡെയിലി ആകാംക്ഷിച്ചിരിക്കുന്ന എൻ്റെ ഫാൻസിനും എൻ്റെ മോൻ്റെ ഫാൻസിനും പ്രേക്ഷകർക്കും വേണ്ടിയാണ് കേട്ടോ. അവൻ കേട്ട് കിടക്കുന്ന കേട്ടോ. അപ്പോൾ പറഞ്ഞു അവനിപ്പോൾ എൻ്റെ ഡയലോഗെല്ലാം നല്ല എക്സ്പീരിയൻസ് ആക്കി. പിന്നെ ഇങ്ങനെ കേട്ട് കിടക്കുന്ന. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര മഴയാണെന്ന് അറിഞ്ഞു നാട്ടിലൊക്കെ. എറണാകുളത്തൊക്കെ വെള്ളം കയറി, കൊച്ചിനിലൊക്കെ എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണം ഗൈസ്, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെയും വീഡിയോ എടുക്കുവാൻ നമുക്ക് പിന്നെയും ഉത്സാഹം വരുന്നതിന്. നിങ്ങളെയൊക്കെ ഒരുപാട് കമൻറ്റുകളും ഒരുപാട് സപ്പോർട്ടുകളും കൊണ്ട് മാത്രമാണ് കേട്ടോ. അവിടെ നിന്ന് ആ തല തിരിച്ച് എന്നെ നോക്കുന്നുണ്ടോ, ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന്. കണ്ടോ വില്ലനാണ് അവൻ, വില്ലൻ. ഹായ്, ഒന്നും കൂടെ ഹായ് പറഞ്ഞേ. തരാം മാമി. ഹായ് എന്ന് പറഞ്ഞേ. ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോൻ്റെ ഹായ് തന്നത് കണ്ടോ ഗൈസ്? ഹായ് എന്ന് കേട്ടോ, കണ്ടോ? ആ, ഇത് ഈ കൈ കൊണ്ട് തന്നെ ഹായ്. വെരി ഗുഡ് ബോയ്. ഇന്ന് എൻ്റെ മോന് നല്ല മൂഡാണ് ഗൈസ്. 2 കയ്യിൽ ഹായ് തന്നു. അപ്പോൾ എല്ലാ ചേട്ടന്മാർക്കും, ചേച്ചിമാർക്കും, എല്ലാ അങ്കിൾമാർക്കും, ആൻറ്റിമാർക്കും ഒക്കെ ഹായ് തന്നത് കണ്ടോ? ഒന്നും കൂടെ ഹായ് താ. മമ്മി ബോളൊക്കെ തരാം. ഹായ് താ. എല്ലാ ചേട്ടന്മാർക്കും ഒരു ഹായ് കൊടുത്ത്, ഈ കൈ കൊണ്ട് കൊടുത്ത്, ഈ കൈ. ഹായ്. ഇന്ന് 3-4 ഹൈ കിട്ടി കേട്ടോ ഗൈസ്. മറ്റത് ഒരു ഹൈ തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവന് മൂടിയില്ലേ. ഇന്ന് കണ്ടോ ഒരുപാട് ഹൈ തന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോൻ്റെ ഹൈ ഒക്കെ കിട്ടി. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നേരുന്നു. പിന്നെ ഇതുപോലെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. നല്ല പണിയുണ്ട്. തുണികളൊക്കെ എടുത്തില്ലെങ്കിൽ പെട്ടെന്നൊരു മഴ വന്നാൽ ഇതുവരെ ഉണക്കിയതൊക്കെ പോവും. കുറച്ച് തുണി കൊണ്ടൊന്ന് ഈ ചെയറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, മടക്കതേ കിടക്കുന്നു കണ്ടോ. ചെയറിൽ കൊണ്ടുവന്ന് ഇനിയും ഉണങ്ങിയ തുണികൾ കൊണ്ടുവന്ന് ഇടണം. ഇല്ലെങ്കിൽ ഇന്നലെ ഇതുപോലെ മഴ കൊണ്ട് നനഞ്ഞു. ഞാൻ പോയപ്പോഴേക്കും മഴ പെട്ടെന്ന് വന്നു. എന്ത് പറ്റോ, എന്താണ് മഴ പെട്ടെന്ന് വന്നു. തുണികളെല്ലാം നനഞ്ഞു. പിന്നെ താഴെ കൊണ്ടുവന്ന് വിരിച്ചു. നമുക്ക് താഴെ കൊണ്ടുവന്ന് വിരിക്കാൻ സൗകര്യമുണ്ട്. ഇപ്പോൾ താഴത്തെ ഫ്ലാറ്റൊക്കെ ഇത് അവിടെ വിരിക്കാം കേട്ടോ. പക്ഷെ നമ്മൾ വെയിലത്ത് കിടന്ന് ഉണങ്ങിയിടുന്ന ആ ഒരു സംതൃപ്തി, അത് നമുക്ക് വെയിലില്ലാതെ കൊണ്ടൊന്ന് ഇടുന്നത് അത്ര ശരിയാവില്ല അല്ലേ. ഇപ്പോൾ മഴ തന്നെ വന്നിരുന്നാൽ ആ ഒരു പച്ച നനവോടെ ഇടുന്നതും നമ്മൾ ഉണക്കി നല്ല ഉണങ്ങി കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം വേറെയാണ്. അപ്പോൾ ആ വെയിലത്ത് കിടന്ന് ഉണങ്ങി എടുക്കുന്ന ഒരു സംതൃപ്തി വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇച്ചിരി വെയിൽ ഞാൻ 3-4 പ്രാവശ്യമൊക്കെ ഓടി പോയി ഒക്കെ ശരിയാക്കി ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് പിന്നെ അതൊക്കെ എടുത്തുകൊണ്ട് വരും. ഉണങ്ങിയത് എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഇനി എപ്പം മഴ വരുന്ന ഇവിടുത്തെ ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് കറക്കും, പെട്ടെന്ന് മഴ വരും, പിന്നെ വെയിലായിരിക്കും, പിന്നെ ഭയങ്കര ചൂടുമായിരിക്കും. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അങ്ങനെ എൻ്റെ മോൻ കിടക്കുന്നു കേട്ടോ. കുറേ ഹൈ തന്നു ഇന്ന് മോനിന്ന് കുറേ ഹൈ തന്നു. ഇല്ലേ പൊന്നോ? മറ്റത് എൻ്റെ പൊന്ന് കുറേ ഹൈ തരാൻ പറഞ്ഞാലും തരൂല കേട്ടോ. ചില സമയം അവന് മൂഡ് വേണം, അങ്ങനെയാണെങ്കിലേ തരൂലേ.
ഗുഡ് ബോയ് ആയിട്ടൊക്കെ കിടക്കുന്നു. എൻ്റെ മോൻ ഗുഡ് ബോയ് ആണ് ഗൈസ്, എൻ്റെ മോൻ ഗുഡ് ബോയ് ആണ്, സുന്ദരനാണ്, പറഞ്ഞാലൊക്കെ അനുസരിക്കേ. എൻ്റെ മോനൊരു 100 ഉമ്മം കൊടുക്കട്ടെ, ഹായ് ഒക്കെ പറഞ്ഞില്ല. ഇന്ന് നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. എന്നാൽ ചേച്ചിയും ചേട്ടനൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു മൂടൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അവർ വരുമ്പോൾ അവർ ഇനി 10 ദിവസമൊക്കെ കഴിഞ്ഞ് വരും. മോള് 6 ദിവസം കഴിഞ്ഞ് വരും, മോൻ 10-11 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. മോള് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുള്ളതുകൊണ്ട് മാസത്തിൽ 20 ദിവസം അവൾ പുറത്ത് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവന് അറിയാം, അവൾ ബാഗുമായിട്ട് ഇറങ്ങുമ്പോഴേ അറിയാം. പക്ഷെ മോനും കൂടെ ഇല്ലാതാവുമ്പോൾ അവൻ ഭയങ്കര ഇതായി പോകുന്നു കേട്ടോ. മോനും പോകാറുണ്ട് പുറത്തൊക്കെ, പക്ഷെ അവൻ 2-3 ദിവസം 4 ദിവസം കഴിഞ്ഞ് വരാറുണ്ട്. ഹായ് ഹായ് കണ്ടോ, ഹായ്, ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഒരു ഉമ്മൻ്റാട്ടി മാമ, ഒരു ഉമ്മൻ്റാട്ടി, ഒരു ഉമ്മ ഗുഡ് ബോയ് താൻ, ഗുഡ് ബോയ് ആണ് കേട്ടാ. എൻ്റെ മോൻ നല്ല കുട്ടിയാണെന്ന് എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ പറഞ്ഞോളും കേട്ടോ. ഇന്ന് ഒരുപാട് കൈ തന്നു. ഇനി മതി, ഇനി മതി 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 മതി. അപ്പോൾ ഗൈസ്, നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ഒത്തിരി പണികളുണ്ട് ഗൈസ്. ഇനി നമ്മുടെ ചെക്കൻ പയ്യൻ വന്നിരുന്നാലും ഇനി കുറച്ച് റെസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എനിക്കൊന്ന് നടു നിവർത്തി കിടക്കാനും ഇരിക്കാനുള്ള റെസ്റ്റ് കിട്ടുന്ന അപ്പോഴാണ്. ഇങ്ങനെയും രാത്രി 11:30 മണിയാവും നമ്മൾ അടുക്കളയൊക്കെ തുടച്ച് കിടന്നൊക്കെ വരുമ്പം തന്നെ. നേരം വെളുത്ത് 5 മണിയാകുമ്പോൾ എണീക്കും, പിന്നെയും മുറ്റമടിക്കൽ, അങ്ങനെ തുടങ്ങും ഇങ്ങനെ മെഗാ സീരിയൽ പോലെ പണികൾ. അപ്പോൾ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.